ജോസിൽ സെബാസ്റ്റ്യൻ ചേരുന്നുണ്ട്. ജോസിൽ, ഗുഡ് മോർണിംഗ്. വിനീഷ, ഗുഡ് മോർണിംഗ്. യെല്ലോ അലേർട്ട് ആണെന്ന് കരുതി മൂടി പൊതിച്ചുറങ്ങാനുള്ള പ്ലാനിലായിരുന്നോ രാവിലെ? തീർച്ചയായിട്ടും അത്തരത്തിൽ മഴയുടെ തീവ്രത കുറയും എന്നുള്ളൊരു അറിയിപ്പ് സർക്കാർ തലത്തിൽ ഉള്ളതുകൊണ്ട് തന്നെ പക്ഷേ പറഞ്ഞതുപോലെ തന്നെയാണ് സർക്കാർ സംവിധാനങ്ങൾ പറഞ്ഞതുപോലെ തന്നെ മഴയുടെ തീവ്രത കുറഞ്ഞിട്ടുണ്ട് വിനീഷ. ഇപ്പോൾ ഇന്നലെ രാത്രി കാര്യമായ മഴയുണ്ടായിരുന്നില്ല, പക്ഷേ ഇന്ന് നേരം പുലർന്നതിന് ശേഷം നേരിയ തോതിലുള്ള ചാറ്റൽ മഴ ഇങ്ങനെ തുടർച്ചയായി നിൽക്കുകയാണ്. ഇടുക്കിയെ സംബന്ധിച്ചിടത്തോളം അതും ഒരു അപകടകരമായ ഒരവസ്ഥയാണ്. കാരണം മണ്ണ് നനഞ്ഞു തന്നെ നിൽക്കുകയാണ്, മണ്ണ് ഉണങ്ങാൻ സാധിക്കുന്നില്ല. തുടർച്ചയായി ചാറ്റൽ മഴ മണ്ണ് കുതിർന്നു നിന്നാൽ തന്നെ ഈ പാറയുടെ ഓരങ്ങളിലാണ് ഈ അടുക്കായി മണ്ണുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ വെള്ളം ഇറങ്ങി മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും ഒക്കെയുള്ള സാധ്യത പൂർണ്ണമായി മഴ നീങ്ങി ഉണക്കം ഉണ്ടായില്ലെങ്കിൽ അത് അപകടസ്ഥിതി തന്നെയായിരിക്കും എന്നുള്ളതാണ് ഇടുക്കിയിലെ അവസ്ഥ. ഏതായാലും ഇപ്പോഴും ഈ ചാറ്റൽ മഴ തുടരുകയാണ്. അതിതീവ്ര മഴയില്ല, പക്ഷേ ചാറ്റൽ മഴ തുടരുകയാണ് എന്നുള്ളതാണ് ഇടുക്കിയിലെ ഒരു അവസ്ഥ. ഏതായാലും ജില്ലാ ഭരണകൂടം എല്ലാ മുൻകരുതലും നിലവിൽ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നു. 13 എണ്ണമാണ് ഇടുക്കി ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പ് പ്രവർത്തിക്കുന്നത്. എന്തെങ്കിലും അപകടം ഉണ്ടായിട്ട് മാറ്റിയതല്ല. മുൻകാലങ്ങളിൽ ഉരുൾപൊട്ടൽ ഉണ്ടായ മേഖലയിൽ നിന്ന് അല്ലെങ്കിൽ മണ്ണിടിച്ചിൽ ഉണ്ടായ മേഖലയിൽ അത്തരത്തിൽ ഈ തയ്യാറാക്കിയിരിക്കുന്ന ലിസ്റ്റ് അനുസരിച്ച് ഉരുൾപൊട്ടലിനോ മണ്ണിടിച്ചിലിനോ സാധ്യതയുള്ള പ്രദേശങ്ങളിൽ ജീവിക്കുന്ന ആളുകളെ സുരക്ഷിതമായ സ്ഥലങ്ങളിലേക്ക് മാറ്റി പാർപ്പിച്ചിരിക്കുന്നതാണ്. അങ്ങനെ 13 ക്യാമ്പുകൾ ഇടുക്കി ജില്ലയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അവിടെ ഇപ്പോൾ 205 പേരാണ് ക്യാമ്പുകളിൽ കഴിയുന്നത്. അതുപോലെ തന്നെ ഈ ശക്തമായ ഈ മഴയ്ക്കൊപ്പം കാറ്റ് ആണ് ഏറ്റവും വലിയ പ്രശ്നമായി ഇടുക്കി ജില്ലയിൽ മാറുന്നത്. മരങ്ങൾ കടപുഴകി വീണ് നിരവധി വീടുകളാണ് തകർന്നിരിക്കുന്നത്. 121ഓളം വീടുകൾ ഇതുവരെ ഈ കാലവർഷക്കെടുതിയിൽ 121ഓളം വീടുകൾ ഭാഗികമായി തകർന്നിട്ടുണ്ട്. 9 വീടുകൾ പൂർണ്ണമായി തന്നെ തകർന്നു എന്നുള്ളതാണ് ഔദ്യോഗികമായി സർക്കാർ ജില്ലാ ഭരണകൂടം നൽകുന്ന കണക്ക് എന്ന് പറയുന്നത്. ഏതായാലും ജില്ലയിൽ ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ അതിതീവ്ര ജാഗ്രത തുടരുകയാണ്. മുൻകാലങ്ങളിൽ വലിയ ദുരന്തങ്ങൾ ഉണ്ടായ ജില്ല എന്ന നിലയിൽ ജില്ലയിൽ അത്തരത്തിലുള്ള ഒരു മുൻകരുതലാണ് ഇടുക്കി ജില്ലാ ഭരണകൂടം കൈക്കൊണ്ടിരിക്കുന്നത്. NDRFിൻ്റെ ഒരു ടീം തന്നെ ഇടുക്കിയിൽ വന്ന് ക്യാമ്പ് ചെയ്യുന്നുണ്ട്. അതുപോലെ ഇപ്പോൾ 4 ഡാമുകളാണ് ഇടുക്കി ജില്ലയിൽ തുറന്നിരിക്കുന്നത്. കല്ലാർകുട്ടി, പാബ്ല, മലങ്കര, പൊന്മുടി. ഇപ്പോൾ ഈ മൂവാറ്റുപുഴ ഭാഗത്ത് കനത്ത മഴയും കൂടി ഉള്ളതുകൊണ്ട് മൂവാറ്റുപുഴ ആറ് കരകവിഞ്ഞൊഴുകുന്ന ഒരു സാഹചര്യത്തിൽ ഈ മലങ്കര ഡാമിൻ്റെ ഷട്ടറുകൾ ചില സമയത്ത് അതിൻ്റെ ലെവലുകൾ ക്രമീകരിക്കുന്നുണ്ട്. ഇപ്പോൾ നിലവിൽ ഒരു ഷട്ടർ, അത് 6ൽ 5 ഷട്ടറാണ് തുറന്നിരിക്കുന്നത്. അതിൽ ഒരു ഷട്ടർ 1 മീറ്ററും ഒരു ഷട്ടർ 60 സെൻറ്റിമീറ്ററും 2 എണ്ണം 20 സെൻറ്റിമീറ്റർ വീതവുമാണ്. ബാക്കി ഷട്ടറുകൾ 20 സെൻറ്റിമീറ്റർ വീതവുമാണ് ഉയർത്തിയിരിക്കുന്നത്. അങ്ങനെ അത് ചിലപ്പോൾ ഇന്നലെ ഒരു 3 ഷട്ടറുകൾ ക്ലോസ് ചെയ്തിരുന്നു. മൂവാറ്റുപുഴ അതിതീവ്രമായ രീതിയിൽ വെള്ളം പൊങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ. പക്ഷേ ഈ മലങ്കര ഡാമിൽ നിന്ന് വെള്ളം തുറന്നു വിട്ടതുകൊണ്ട് മാത്രമല്ല മൂവാറ്റുപുഴ തീരങ്ങളിൽ ഇത്തരത്തിൽ ജലം കവിഞ്ഞൊഴുകുന്നത്. മൂവാറ്റുപുഴ ഭാഗത്ത് പെയ്ത തൊടുപുഴയിലും മൂവാറ്റുപുഴയുടെ ഭാഗങ്ങളിലും പെയ്ത അതിശക്തമായ മഴയും ഇത്തരത്തിൽ മൂവാറ്റുപുഴ പ്രശ്നങ്ങൾ സൃഷ്ടിച്ചു. ഏതായാലും അവിടെ വെള്ളം പൊങ്ങുന്നതനുസരിച്ച് മലങ്കരയുടെ ഷട്ടറുകൾ ക്രമീകരിക്കും. അതുപോലെ തന്നെ ചില മേഖലകളിൽ ചില റോഡുകളിൽ ഗതാഗത നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രത്യേകിച്ച് അടിമാലി മുതൽ നേരിമംഗലം വരെയുള്ള ഭാഗത്ത് ഒരു 14 കിലോമീറ്റർ പൂർണ്ണമായി ഗതാഗതം നിരോധിച്ചിരിക്കുകയാണ്. കാരണം അവിടെ തുടർച്ചയായി മരം വീഴ്ചയും അതുപോലെ മണ്ണിടിച്ചിലും ഉണ്ടാകുന്ന ഒരു സാഹചര്യത്തിലാണ്. അതുപോലെ മൂന്നാർ ഗ്യാപ്പ് റോഡിലും ഇനിയൊരു അറിയിപ്പ് ഉണ്ടാകുന്നതുവരെ യാത്ര നിരോധിച്ചിരിക്കുകയാണ്. തുടർച്ചയായി മണ്ണ് പാറയുമൊക്കെ ഇടിഞ്ഞു വീഴുന്ന ഒരു സാഹചര്യത്തിലാണ്. ജില്ലയിലെ വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലേക്കുള്ള പ്രവേശനങ്ങളെല്ലാം കർശനമായി നിരോധിച്ചിരിക്കുകയാണ്. ജില്ലയിലെ പുറം ജോലികൾക്കും നിരോധനം ഏർപ്പെടുത്തിയിട്ടുണ്ട്. തൊഴിലുറപ്പ് അതുപോലെ മറ്റ് ഈ പുറത്ത് ഇറങ്ങി തോട്ടം മേഖലയിൽ അടക്കം പണിയെടുക്കുന്ന ആളുകൾക്ക് ഈ ദിവസങ്ങളിൽ ശമ്പളം അടക്കം കൊടുക്കണമെന്നാണ് ജില്ലാ ഭരണകൂടം പറഞ്ഞിരിക്കുന്നത്. ഏതായാലും ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ തന്നെ വലിയ മുൻകരുതൽ പോവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിലെ അപേക്ഷിച്ച് മഴയ്ക്ക് അല്പം തീവ്രത കുറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് പങ്കുവയ്ക്കാനുള്ളത്. വിനീഷ.